ഇടതുമുന്നണിക്ക് തലവേദനയായി രാജ്യസഭാ സീറ്റിനെ ചൊല്ലി സിപിഐയും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ തർക്കം. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച ഇരു പാർട്ടികളും രംഗത്തെത്തി. വിഷയം ഇടതുമുന്നണിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി. സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് എളമരം കരീം, സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണി, മൂവരും രാജ്യസഭാ അംഗങ്ങൾ. കാലാവധി അവസാനിക്കുന്നത് ജൂലൈയിൽ. LDFന് രാജ്യസഭയിൽ ഉറപ്പായ 2 സീറ്റുകളുണ്ട്. അതിലൊന്ന് CPMന് തന്നെ. മറ്റൊരു സീറ്റിൽ ആരെ അയക്കും? സീറ്റിന് അവകാശവാദവുമായി CPIയും കേരള കോൺഗ്രസ് എമ്മും രംഗത്തെത്തി. UDFൽ നിന്ന് LDFിലേക്ക് എത്തുമ്പോൾ ജോസ് കെ മാണി MP ആയിരുന്നു, രാജ്യസഭാംഗം. അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റിൽ പൂർണ്ണ അവകാശം കേരള കോൺഗ്രസ് എമ്മിനാണെന്നാണ് അവരുടെ അവകാശവാദം. ജോസ് കെ മാണിയെ തന്നെ വീണ്ടും രാജ്യസഭയിലേക്ക് എത്തിക്കാനാണ് കേരള കോൺഗ്രസിന്റെ ഈ നീക്കം. CPIയുടെ സീറ്റ് CPIക്ക് തന്നെയെന്ന് അവരും ആവർത്തിച്ചു പറയുന്നു. അതിന് പ്രത്യേകം ചർച്ചയുടെയൊന്നും ആവശ്യമില്ല. ആവശ്യമെങ്കിൽ LDF യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കും. കേരള കോൺഗ്രസ് എം LDFിലേക്ക് വന്നപ്പോൾ തന്നെ ചില അസ്വാരസ്യങ്ങൾ CPIയുമായി ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ മറനീക്കി പുറത്തു വരുന്നത്. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ CPMും മുന്നണിയും എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇനി നിർണായകം. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.